എനിക്ക് അല്പം ഒരു തിരക്കുണ്ട്. പിന്നെ ആ താങ്കൾ ആ കാറ്ററിംഗ് പാർട്ടി പറഞ്ഞില്ലേ, അതെങ്ങനെ കൊടുത്തേക്കാം? തായി പറഞ്ഞാൽ പിന്നെ നമുക്ക് തർക്കമില്ലല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം ഫാദറെ. നമസ്കാരം. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ? സായിയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായിരുന്നു. സായി ഭാര്യ പോയതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. അച്ചോ, നമ്മുടെ ഈ നാട്ടില് മക്കളെല്ലാം വിദേശത്തായി നാട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒത്തിരി രക്ഷകർത്താക്കളും അവരുടെ ഒന്നും മക്കൾ ആരും നാട്ടിലില്ല, എല്ലാവരും വിദേശത്താണ്. അവരൊറ്റയ്ക്കേ ഉള്ളൂ. പലയിടത്തും ചെറുക്ക് ഭാര്യമാരില്ല, ചെറുക്ക് ഭർത്താക്കന്മാരില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ ഓണമായിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ചു കൊടുക്കാൻ ആളില്ല. ആകപ്പാടെ കിട്ടുന്ന ഒരു ഓണാഘോഷമാണ്. ഓണാഘോഷത്തിന് പോലും ഒരു മക്കളും വീട്ടിലില്ല. അപ്പോൾ അങ്ങനെ ആ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് ആ തിരുവോണ ദിവസം ഒരു നല്ലൊരു സദ്യ, പായസം ഉൾപ്പെടെ നല്ലൊരു സദ്യ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ സായിയുടെ ഈ ആഡിറ്റോറിയം ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യാം. ആ ഒരു തീരുമാനത്തെക്കുറിച്ചും അതിൻ്റെ കാറ്ററിങ്ങിനെ കുറിച്ചും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് ഞാൻ നമ്മളെ ഇടവകയിൽ പോലും ഞാൻ ഇത് പറയാതിരിക്കുകയായിരുന്നു. ഇടവകയിൽ ആളില്ല. പിള്ളാരും കുഞ്ഞുകുട്ടികളും എല്ലാം ഇപ്പം പല പല രാജ്യത്തായിട്ട് കുർബാനയ്ക്ക് പോലും ആളില്ല. എനിക്കും ഭാര്യയും മക്കളും ഒന്നും ഇല്ലെന്ന് അറിയാമല്ലോ. അപ്പോഴും ഞാനും കൂടെ ഉണ്ടേ. വളരെ സന്തോഷം ഫാദറെ. സാധനം കൂടെ നമ്മളെ കൂടെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊരു വളരെ സന്തോഷം. വളരെ സന്തോഷം. ഞങ്ങൾ 100% ഫാദറിനെ സ്വീകരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വരണം. ഇത് തന്നെ ഒരു ക്ഷണമായിട്ട് തന്നെ വെച്ചോളൂ. അപ്പൊ കാണാം. അച്ഛമ്പാ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇത് രണ്ടുപേരുടെ എവിടെ പോയിട്ട് വരുന്നു? ഇന്ന് വെള്ളിയാഴ്ച ദിവാ നമസ്കാരം കഴിഞ്ഞ വരികയാണ്. അത് ശരി. ഞാൻ ATM വരുന്ന് പോവാ. ശരി, കാശെടുക്കാന്ന്. നിങ്ങൾ വയസ്സന്മാരെല്ലാം കൂടി ചേർന്ന് ഓണപരിപാടി നടത്തുന്നെന്ന് അറിഞ്ഞല്ലോ. ഈ തിരുവോണമായിട്ടൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് നാട്ടുകാരെന്തോ പറയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടത്താൻ തീരുമാനിച്ചു. ശരിയാ, രണ്ടുപേര് താമസിക്കുന്ന വീട്ടിൽ എങ്ങനെ ഓണസദ്യ ഒരുക്കും? ശരിയാണ്. ഇത് കാര്യങ്ങളൊക്കെ ശരിയാ. നമ്മളെ വീട്ടിൽ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്റെ മക്കള് രണ്ടുപേരും ഗൾഫിലിട്ട് തന്നെ വിളിക്കുന്നത്. ഈ കടയിൽ സ്ഥാപനവും കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോയി? നിങ്ങൾ തിരുവോണത്തിന് സദ്യയൊക്കെ നടത്തുന്നല്ലോ, എന്തായാലും അടിപൊളി പരിപാടിയാ. മിക്ക വീട്ടിലും രക്ഷകർത്താക്കൾ മാത്രമേ ഉള്ളൂ, മക്കളെല്ലാം വിദേശത്താണ്. ഇവിടെ ഓണത്തിന് പോലും ഒരു മനുഷ്യർ വീട്ടിലില്ല. പിന്നെ എന്താ ചെയ്യാൻ നോക്കും? ഇങ്ങനൊരു കൂട്ടായ്മ അത് ഞങ്ങൾ ആലോചിച്ചെടുത്തതാണ്. ഒരു ഓണസദ്യ കഴിച്ചിട്ട് ഒരുപാട് കാലമായി. ബിരിയാണി കഴിച്ച് മടുത്ത്. ഒരു ഓണസദ്യ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയാം. അപ്പം ഓണത്തിനോട് കാണണം. ശരി, എന്നാൽ ഓക്കെ, റൈറ്റ്.